نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച അമാനത്തിൻ്റെ വിവിധ തലങ്ങളാണ് പല തട്ടിൽ ചർച്ച ചെയ്തു പോകുന്നത്. അതിൽ ഞാൻ ഓതി വെച്ച ആയത്ത്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ തഹ്രീമിലെ ഈ ആയത്ത് കേൾക്കുമ്പോഴറിയാം ആരെയാണ് ആയത്ത് അഭിസംബോധന ചെയ്യുന്നത് എന്ന്. സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബ് കൽപ്പനാ രൂപത്തിൽ പറയുന്ന സംഗതിയാണ്. ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ദേഹത്തെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം, കാത്തുകൊള്ളണം. വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളെയും നിങ്ങളുടെ ആശ്രിതരെയും നിങ്ങൾ തീറ്റിപ്പോറ്റി വളർത്തുന്നവരെയും അഥവാ നിങ്ങളുടെ സന്താനങ്ങളെയും ഭാര്യമാരെയും ഒക്കെ എന്നിൽ നിന്ന് നാരൻ, നരകത്തിൽ നിന്ന് കാക്കണം. ഇനി ആ നരകത്തിൻ്റെ കാക്കുന്ന മലക്കുകളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. കിങ്കരന്മാരായ കഠിന സ്വഭാവക്കാരായ മലക്കുകളാണ് അതിനെ സംരക്ഷിക്കുന്നത്. അതുപോലെ അതിൽ മനുഷ്യരും കല്ലുകളുമാണ് കത്തിക്കപ്പെടുന്നത്. ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അപ്പടി അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ വിലക്കുകൾ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അമറഹും, അള്ളാഹു കൽപ്പിച്ചതെന്തോ അതിനെതിർ പ്രവർത്തിക്കുകയില്ല, അള്ളാഹു വിരോധിച്ചതെന്തോ അത് ചെയ്യുകയില്ല. അള്ളാഹു കൽപ്പിച്ചത് അപ്പടി അനുസരിക്കും, കൽപ്പിക്കാത്തത് ചെയ്യില്ല. വിരോധിച്ച കാര്യങ്ങൾ അവർക്ക് ചെയ്യില്ല, അവർക്ക് ചെയ്യാൻ കഴിയുകയുമില്ല. ഇങ്ങനെയുള്ളവരാണ് മലക്കുകൾ. ഇവിടെ ഈ ആയത്ത് നമ്മുടെ മേൽ ഒരു ഹുക്മ് പറയുന്നുണ്ട് മതപരമായി. അതൊരു കൽപ്പനക്രിയയാണ്. ഖൂ എന്നത് നിങ്ങൾ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. ഈ കൽപ്പനക്രിയ ഒരു നിർബന്ധമായ ഒരു ഹുക്മ് നമ്മുടെ മേൽ വെക്കുന്നുണ്ട്. മാതാപിതാക്കളും മക്കളും ഉള്ളൊരു സമൂഹത്തിൽ മക്കളെ കുറിച്ച് അള്ളാഹുവിൻ്റെ പദം പറഞ്ഞത് അൽ മാൽ വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. നമുക്കറിയാവുന്ന ചില സംഗതികൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ദുന്യവിയായ ജീവിതത്തിന് അള്ളാഹു നൽകുന്ന ചില സീനത്തുകളാണ്. അവരെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് എന്നാണ് പ്രവാചകന്മാരുടെ കഥ ഇങ്ങനെ പറയുമ്പോൾ മക്കളെ നൽകുന്നിടത്തെ കുറിച്ച് പറയുന്നത്. വഹബ എന്ന പദം
ഇങ്ങനെ അള്ളാഹുവിൻ്റെ സമ്മാനമായി കിട്ടിയ സംഗതികളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സാധനം, രക്ഷാകർതൃത്വം എന്ന് പറയുന്നിടത്ത് തോറ്റുപോകാൻ പാടില്ല. മതപരമായി അത് നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം അതൊരു പുണ്യകർമ്മമാണ്. ആ നിലയിൽ പലരും കാണാറില്ല. ഇങ്ങനെ പാരമ്പര്യമായി ഇങ്ങനെ കുടുംബം ഇങ്ങനെ ജീവിച്ചു പോരുന്നു. നമ്മൾ വാപ്പ കല്യാണം കഴിച്ചിരുന്നു, മക്കളുണ്ടായി. ഇനി നമ്മൾ കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു. ഇനി അവർ കല്യാണം കഴിക്കുന്നു, അവർക്ക് മക്കളുണ്ടാകുന്നു. ചങ്ങലയായി ഇങ്ങനെ പോവേണ്ട ഒരു സംഗതിയാണ് എന്നിടത്തെ പലരും ആലോചിക്കുന്നുള്ളൂ. വല്ലാത്തൊരു കൂലി കിട്ടുന്ന പുണ്യകർമ്മമാണ് ഇത് എന്നിടത്തേക്ക് ഉയരുന്നില്ല. മനാല ജാരിയത്തെ രണ്ട് മക്കളുണ്ടാവുകയും പെൺമക്കളുണ്ടാവുകയും എന്നിട്ട് അവരെ പ്രായം തികയുന്നത് വരെ നന്നായി വളർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് അവരോടുള്ള കടമ നിർവഹിച്ചു പോയാൽ ഖിയാമത്ത് നാളിൽ രക്ഷിതാവും ഞാനും ഇങ്ങനെയായിരിക്കും എന്ന് ഹദീസുണ്ട്. അത്രമേൽ പുണ്യം കിട്ടുന്ന ഒന്നാണ് മക്കളെ വളർത്തുക എന്നത്. അത് യാന്ത്രികമായി ഒരു നടന്നു പോവേണ്ട ഒന്നല്ല, അല്ലെങ്കിൽ നാട്ടാചാരത്തിന്റെ പുറകെ പോവേണ്ട ഒന്നല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു ഏൽപ്പിച്ച ഒരു ബാധ്യത എന്നിടത്തേക്ക് വരേണ്ടതുണ്ട്. അതിന് നല്ല നെയ്യത്തുണ്ടാവണം. മക്കളെല്ലാവരും പോറ്റുന്നുണ്ട്, ഉദ്യോഗമുണ്ട്, ശമ്പളമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള മാർഗങ്ങളിലൊക്കെ വരുമാനമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് വീട് വെച്ചു, ഭാര്യ, മക്കൾ, അങ്ങനെ ചെലവിനിങ്ങനെ കൊടുത്തു പോകുന്നു. നല്ല നെയ്യത്തുണ്ടാകുന്ന ഒരവസ്ഥ അതിനുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കൂലി കിട്ടണം. അങ്ങനെയാകുമ്പോൾ അതിന്റെ കൂലിയെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഒരു യുദ്ധത്തിന്റെ മുന്നൊരുക്കവുമായിട്ടുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല യുദ്ധത്തിൽ പങ്കെടുക്കാൻ പ്രാപ്തനായ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അപ്പുറത്തേക്ക് അതിലൊന്നും ശ്രദ്ധിക്കാതെ നടന്നു പോകും. അയാൾ പ്രവാചകന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. മറ്റുള്ള സഹാബത്തിൽ ഇങ്ങനെ ഒരു കമാൻഡ് പറഞ്ഞു, അയാൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ജിഹാദിന്റെ മാർഗത്തിൽ ഒരു പടയാളിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ഭേദഗതി വരുത്തി, തിരുത്തി. ഇൻകാന ഖറജ യസ്ആ അലാ വലദിഹി സിയാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അയാളുടെ കുട്ടികൾക്ക് വേണ്ടി, അവരെ ഭക്ഷിപ്പിക്കാൻ വേണ്ടി, അവരുടെ റിസ്ക്കിന് വേണ്ടി, അവർക്ക് അന്നം നൽകാനും അവരെ വളർത്തിയെടുക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ പോകുന്നത് എങ്കിൽ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ്. അതിന് 2-3 ആളുകൾ പറയുന്നുണ്ട്. അതിലൊന്നാണത്, മക്കളെ പോറ്റാൻ വേണ്ടി നമ്മൾ നടത്തുന്ന എല്ലാ അധ്വാനങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കൂലി കിട്ടുന്ന ഒരു അമലാണ് എന്നിടത്തേക്ക് നമ്മൾ വരണം. ദീനാറുൻ അൻഫഖഹു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു ദീനാർ. വദീനാറുൻ അൻഫഖഹു ഫീ റഖബ, അടിമത്ത മോചനത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ദീനാർ. ദീനാറുൻ തസദ്ദഖ ബിഹി അലാ മിസ്കീൻ, മിസ്കീനിനെ, അശരണരായ ആളുകൾക്ക്, ആലംബഹീനർക്ക് ധർമ്മം കൊടുക്കുന്ന ദീനാർ. വദീനാറുൻ അൻഫഖഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. അഅ്ളമുഹ അജ്റൻ അല്ലദീ അൻഫഖഹു അലാ അഹ്ലിക, ഈ പറയുന്നതിൽ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്നതാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് അന്നം നൽകിയതാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് അന്നം നൽകിയതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിനുള്ള ഈ വിഷയത്തിലുള്ള മുൻഗണനയും ഇതിന്റെ പുണ്യം കിട്ടുന്നതിലുള്ള വർധനവും ഒക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികളെ പോറ്റാറുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾക്ക് തെറ്റുന്നത് എവിടെയെന്നറിയാം, നമ്മളിപ്പോൾ അവരെ പോറ്റുന്നത് ഭാവിയിൽ അവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടി വരുമാനമൊക്കെ ഉണ്ടാകുമ്പം അതുപോലെ റിട്ടേൺ ലഭിക്കാൻ വേണ്ടിയാണ് എന്ന ചിന്ത ശരിയല്ല. നമ്മളിപ്പോൾ കുട്ടികളെ പോറ്റുന്നത്, അവരോട് കാണിക്കുന്ന ഈ സംഗതിയും ഈ റിസ്ക് എടുക്കുന്നതൊക്കെ നമുക്ക് അല്ലാഹു ഏൽപ്പിച്ച ബാധ്യത നിർവഹിക്കുകയും കൂലി കിട്ടുകയും ചെയ്യാൻ വേണ്ടിയാണ്. അവർ തിരിച്ചു തരികയോ തരാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവരുടെ പരലോകവുമൊക്കെയായി ബന്ധപ്പെട്ട സംഗതിയാണ്. അങ്ങനെ തിരിച്ചു തരണമെങ്കിൽ അതിന് പറ്റിയൊരു പരുവത്തിൽ നമ്മൾ ഇപ്പൊ അവരെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വളർത്താതെ ഒരുപക്ഷെ തിരിച്ചു കിട്ടാതിരുന്നത് സങ്കടപ്പെടുന്നതിന് അർത്ഥമില്ല, അത് മറ്റൊരു വിഷയമാണ്. എന്നാലും നമ്മൾ ഈ ചെയ്യുന്ന അമലിന് അള്ളാഹുവിന്റെ പക്കൽ കൂലി കിട്ടും. തർബിയത്ത് എന്നത് ഒരു വലിയ ശാസ്ത്രം തന്നെയാണ്, പഠിക്കേണ്ട ശാസ്ത്രമാണത്. കുറച്ച് മെനക്കെടുള്ള കാര്യമാണ്. സ്കൂൾ, ട്യൂഷൻ, അത്
ഇതിനിടയിൽ മക്കൾക്ക് തെർബീയത്ത് നൽകാൻ രക്ഷിതാക്കൾക്ക് അവിടെ നേരം? പലരും അത് ശ്രദ്ധിക്കുന്നേയില്ല. ഫലപ്രദമായി നൽകേണ്ട വളരെ ചുരുങ്ങിയ സമയമാണ് കുട്ടികൾക്ക് ഇതിന് വേണ്ടി വീട്ടിൽ കിട്ടുന്നത്. അത് ഇഫക്റ്റീവ് പാരന്റിങ് എന്നത് പലർക്കും അറിയില്ല. അങ്ങനെ ഒരു സംഭവം പഠിക്കുന്നേയില്ല. കുട്ടികളുടെ മനഃശാസ്ത്രം രക്ഷിതാക്കൾ നന്നായി പഠിക്കണം. എത്ര പേർക്കറിയാം അവനവന്റെ കുട്ടികളുടെ മനഃശാസ്ത്രപരമായുള്ള ക്ലാസ്സുകളും മറ്റും കേട്ട് കുട്ടികളെ നന്നായി ചേർത്ത് പിടിക്കുവാൻ പറ്റാവുന്ന പരുവത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. കുട്ടികളെ കാണാനും കുട്ടികളെ കേൾക്കാനും എമ്പാടും അവസരങ്ങൾ ഉണ്ടാക്കണം. ഇതൊക്കെ നമുക്കറിയാവുന്ന സംഗതികളാണ്. ഇതൊക്കെ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകകളുമാണ്. സൈക്കോളജികളുടെ ആൾക്കാരെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ കൃത്യമായി പഠിച്ചു പോയാൽ മതി. അങ്ങേയറ്റത്തെ ക്ഷമയും അവധാനതയും ആവശ്യമുണ്ട് ഒരു മാതാവിനും പിതാവിനും. അങ്ങേയറ്റത്തെ ക്ഷമ ആവശ്യമുണ്ട്, അവധാനത ആവശ്യമുണ്ട്. പെട്ടെന്ന് ഫലം കിട്ടുന്നതിനോടാണ് ഇപ്പോൾ ആളുകൾക്ക് താല്പര്യം. ഒരു വൃക്ഷത്തിന്റെ തൈയെ നട്ട് അത് വളർന്ന് വലുതായി അതിൽ നിന്ന് ഫലം കിട്ടാൻ കാത്തിരിക്കണം എന്നറിയാത്തവരല്ല മനുഷ്യൻ. ആ ക്ഷമ പോലും അവനവന്റെ മക്കൾ വളർന്ന് വലുതായി അവരിൽ നിന്ന് ഫലം കിട്ടാൻ വേണ്ടിവരും എന്ന് ആളുകൾ ആലോചിക്കുന്നില്ല. വിശ്വാസികൾക്കുള്ള ആശ്വാസം എന്താണെന്നറിയോ? നല്ല ഒരു മകനെ, നല്ല ഒരു മകളെ അതോടുകൂടി വളർത്തിയെടുത്താൽ ദുനിയാവിൽ അതിന്റെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ബെനിഫിറ്റ്സ്, ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതിനേക്കാൾ ഏറെ ആഖിറത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കഴിയാനുള്ള ഒരു വഴിയായി, ഒരു മാർഗമായി അത് മാറും എന്നാണ് ഞാനും നിങ്ങളും പഠിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു കാലതാമസം ഇതിനുണ്ടാകും. അതുവരെ ക്ഷമിക്കാൻ തയ്യാറാവണം. ക്ഷമ എന്ന് പറയുന്ന സാധനമില്ലെങ്കിൽ പാരന്റിങ് ഇല്ല തന്നെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണം. ആ സഹായത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മക്കൾക്ക് വേണ്ടിയും മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കുറവാണ്, പ്രാർത്ഥിക്കുന്നവർ കുറവാണ്. എങ്ങനെ മക്കളെ ചീത്ത പറയാൻ എമ്പാടും ആൾക്കാരുണ്ട്. മക്കളെ പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉത്തരവാദിത്വം എന്നതാണ്. ഉത്തരവാദിത്വമുള്ള കുട്ടികളെ, പുതിയൊരു തലമുറയെ വാർത്തെടുക്കാതെ ഒരു രക്ഷയുമില്ല. ഇസ്ലാം അങ്ങനെയുള്ളൊരു ടീമിനെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. അമാനത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നവർ അവരാണ് മുഅ്മിനായി വളർത്തിയെടുക്കണം. ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഇത് പഠിപ്പിക്കാതെ പോയാൽ വലിയ ആളുകളായിട്ട് ഉത്തരവാദിത്വം പഠിപ്പിക്കാൻ കഴിയില്ല. പലരും ആക്ഷേപം പറയുന്നു പുതിയ തലമുറയെ കുറിച്ച്. അവർ ഉത്തരവാദിത്വമില്ലാത്തവരാണ്. ആരാണ് ഇതിന്റെ കുറ്റക്കാർ? അവരെ അപ്പരുവത്തിലാക്കിയത് ആരാണ്? അവർ സ്വയമായതാണോ? അല്ലല്ലോ. അപ്പൊ അതിന്റെ സംഗതി ഏറ്റെടുക്കേണ്ട ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവർക്ക് ജോലി കൊടുക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേതാവായിരുന്നല്ലോ സമൂഹത്തിന്റെ. അദ്ദേഹത്തിന്റെ മുമ്പിൽ 17 വയസ്സുള്ള ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു 17ാമത്തെ വയസ്സിൽ അദ്ദേഹം സർവ്വസൈന്യാധിപനാക്കിയ ആ കുട്ടിയെ നിയോഗിച്ചു. പല കിബാറു സഹാബയിലും മുറുമുറുക്കുണ്ടായി. സഹാബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്ര ചെറുപ്പത്തിൽ പ്രഗത്ഭരായ എണ്ണം പറഞ്ഞ എന്താ പറയാ ശൂര പരാക്രമികൾ ആ പട്ടാളത്തിലുണ്ട്. അതിന്റെ നേതാവായി 17 വയസ്സുള്ള ഒരു കുട്ടിയെ പ്രവാചകൻ നിയോഗിച്ചു. പ്രവാചകന്റെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റപ്പോ ആളുകൾ ആദ്യം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടത് ആ ഓർഡറാണ്. ഏത്? പ്രവാചകൻ ഉസാമയെ നേതാവാക്കി നിശ്ചയിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉത്തരവാദപ്പെട്ട അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളിൽ പ്രഗത്ഭരായ ആളുകളോട് തീർത്തു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുതി വെച്ച വിധിയിലെ ഒരു ഹുക്മിലെ ഒരു ഹർഫ് പോലും അബൂബക്കർ തിരുത്തൂല. അങ്ങനെ പ്രശ്നമില്ല. ചേർത്ത് പിടിക്കുകയായിരുന്നു പ്രവാചകൻ. 13 വയസ്സുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു പണ്ഡിതനായി പ്രഖ്യാപിച്ച് പാണ്ഡിത്യത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന അവസ്ഥ പ്രവാചക തിരുമേനി ഉണ്ടാക്കി.
അള്ളാഹുവിന്റെ പ്രവാചകരിലേക്ക് അസ്സാബിഖൂനൽ അവ്വലൂൻ കടന്നു വന്നവരൊക്കെയും 17 വയസ്സ് അല്ലെങ്കിൽ 13, 14, 15, 16, 17 പിന്നെ ഒരു 30-ൽ താഴെയുള്ള ആൾക്കാരായിരുന്നു. അവരാണ് അർഖമിന്റെ വീട്ടിൽ വെച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ട്രെയിനിങ് കൊടുത്ത് വളർത്തിയ പുതിയ തലമുറ. ആ തലമുറയാണ് ലോകത്തിന്ന് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ വാഹകർ. അവരാണ് പഠിക്കേണ്ടതാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുപ്പത്തിലേ ചെയ്യിപ്പിക്കണം. വീട്ടിലെ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു തുടങ്ങണം. അവർ തിന്ന പ്ലേറ്റെങ്കിലും അവരൊന്ന് മോറുന്ന അവസ്ഥ, കഴുകുന്ന അവസ്ഥ ഉണ്ടാക്കണ്ടേ? അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അവർക്കൊക്കെ ചെയ്യേണ്ട ചില സംഗതികൾ അവരോട് ചെയ്യിപ്പിക്കണം. വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ അവർ തന്നെ വാങ്ങട്ടെ. അങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്തത്തിന്റെ ബാലപാഠങ്ങൾ അവിടുന്ന് പഠിക്കണം. യുവാക്കളായിരുന്നിട്ടും വീണ്ടും മാതാപിതാക്കളെ തന്നെ അവലംബിക്കുന്ന പ്രക്രിയ, ഒരു പ്രവണത ഇന്ന് വളർന്നു വരികയാണ്. എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. മാതൃകയായി മാതാപിതാക്കൾ നിന്ന് കൊടുക്കണം. അടുത്തത്, നമ്മൾ ഉപദേശിക്കും, നല്ലോണം ഉപദേശിക്കും. കാതുകൊണ്ടല്ല കുട്ടികൾ അനുകരിക്കുന്നത്, കണ്ണുകൊണ്ടാണ് എന്ന് നമ്മൾ അറിയാതെ പോവുകയും ചെയ്യും. നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നവർ നിന്ന് നോക്കുകയാണ്. എന്താണ് നമ്മുടെ ജീവിതം, അതവർ കണ്ടുപഠിക്കുന്നു എന്ന ഓർമ്മയുണ്ടാവണം. എന്നിട്ട് ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വേണ്ടെന്നല്ല, നന്നായി ഉപദേശിക്കണം. പക്ഷെ ആ ഉപദേശം ഹൃദയസ്പർക്കാവണം, അട്രാക്റ്റീവ് ആവണം. അനുസരിക്കണം എന്ന് കേൾക്കുന്ന മക്കൾക്ക് തോന്നണം. ഇത്ര പറഞ്ഞാൽ മതിയല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ വാഹനപ്പുറത്തേക്കിയിട്ട് യാ ഉലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഒരു ആദർശം പഠിപ്പിക്കുക. യാ ഉലാം, സ്നേഹത്തോടു കൂടി വിളിക്കുക, മോനെ ഞാൻ ചില സംഗതികൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് തൗഹീദിന്റെ ബാലപാഠം ആ കുട്ടിയുടെ മനസ്സിലിട്ട് കൊടുക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഐക്യമുന്നണിയായി രൂപപ്പെട്ടാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നടക്കൂല കേട്ടോ. തിരിച്ചും ലോകത്തുള്ള മുഴുവൻ ആളുകൾ കൂടി സർവശക്തി ഉപയോഗിച്ച് ഐക്യമുന്നണിയായി നിനക്ക് എതിരിൽ ഒരു സംഗതി ഉണ്ടാവണം എന്ന് വിചാരിച്ച് പണിയെടുത്താലും അള്ളാഹു നിനക്ക് വേണ്ടി നിനക്കെതിരിൽ അത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കൂല എന്ന തൗഹീദിന്റെ ആണിക്കല്ല് പഠിപ്പിച്ചു കൊടുക്കുന്നു. എത്ര ഹൃദ്യമായി ഉപദേശിക്കാൻ പലർക്കും അറിയില്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ ചീത്ത പറയലാണെന്ന് നമ്മെ ആരാണ് പഠിപ്പിച്ചത്? ഉപദേശം ആക്രോശമായി മാറിയത് അപ്പോഴാണ് കുട്ടികൾ അത് ചെവിക്കൊള്ളാതെ പോയത്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ച് ഉപദേശിക്കുന്നുണ്ട്. മുആദ്, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, മുആദേ നിന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. മുആദ്, നിന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അതിങ്ങനെ ആവർത്തിച്ച് പറയുക. അതുകൊണ്ട് നീ എല്ലാം ഒരു ഉപദേശമാണ്. ആ ഉപദേശത്തിന്റെ മുഖവുര നോക്കൂ നിങ്ങൾ. ഇതാണ് പ്രവാചകന് പറയാനുള്ളത്. എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും ഒരു പ്രാർത്ഥന ശീലമാക്കണം കേട്ടോ. അതെന്താണെന്നറിയോ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക് എന്ന് നീ പ്രാർത്ഥിക്കണം. ഇതാണ് പ്രവാചകന് കൊടുക്കാനുള്ള ഉപദേശം. അതിന് മുആദിനെ ചേർത്ത് പിടിച്ച് 2-3 പ്രാവശ്യം വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക ഇങ്ങനെ പറയാൻ മാതാപിതാക്കൾക്ക് മക്കളോട് സാധിക്കുന്നില്ല. ഇത് മാതാപിതാക്കളും മക്കളൊന്നുമല്ലല്ലോ. പ്രവാചക തിരുമേനി ആ സമൂഹത്തിൽ ഒരാൾ വിളിച്ച് പറയില്ലേ, ഇത്ര സ്നേഹമസരണമായി ഉണ്ടാവണം. ധാരാളം അനുഭവങ്ങളും മാതൃകകളും ഉണ്ടാവണം അവർക്ക് മുമ്പിൽ. കുട്ടികളുടെ മുമ്പിൽ ഈ കളവ് പറയുന്ന ശീലം ഒഴിവാക്കണം. ഓഫറുകൾ നൽകുമ്പോൾ മാതാക്കളും പിതാക്കളും, പ്രവാചകന്റെ മുമ്പിൽ ഒരു സ്ത്രീ ഒരു ഓഫർ നൽകി, ഞാൻ നിനക്ക് അങ്ങനെ തരും. പ്രവാചക തിരുമേനി ആ ഉമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇന്നക്കി ലൗ തുഅ്തി ശൈഅൻ കുതിബത് അലൈകി കദിബ ലൗ ലം തുഅ്തി ശൈഅൻ. നീ തരാ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇന്നത് വാങ്ങിത്തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം, ഇത് കൊടുക്കാൻ സാധിക്കാതെ പോയാൽ നിന്റെ പേരിൽ ഒരു കദിബത്തായി, കളവായി രേഖപ്പെടുത്തപ്പെടും. എന്തിനായി വാങ്ങിക്കൊടുക്കൂലെങ്കിൽ അത് വാങ്ങിത്തരാൻ എങ്ങനെ പറയണം? അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
സ്നേഹത്തോടു കൂടിയാണ് അബദ്ധങ്ങളെ തിരുത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അബ്ദുല്ലാഹി ബിൻ മദ്രസയിൽ പഠിക്കുന്ന ഒരു സംഭവമാണത്. ഉമർ ബിൻ അബൂ സലമ പ്രവാചകന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കൈ ഇങ്ങനെ ആ ഭക്ഷണത്തളികയിൽ അവിടെയും ഇവിടെയൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഒരു മര്യാദ, ഭക്ഷണത്തളികൾക്ക് മുമ്പിലുള്ള മര്യാദ പഠിപ്പിക്കുന്ന പ്രസംഗമില്ല. മോനെ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്പർ 1 ആദ്യത്തെ സ്റ്റെപ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയലാണ് കേട്ടോ, പറയണം. പിന്നെന്തൊക്കെ ചെയ്യണം? കുൽ ബിയമീനി, വലത് കൈകൊണ്ടേ ഭക്ഷിക്കാവൂ, വലത് കൈകൊണ്ടാണ് ഭക്ഷിക്കേണ്ടത്. കുൽ മിമ്മായിലേക്ക്, ഭക്ഷണത്തളികയിലെ ഭക്ഷണപാത്രത്തിന്റെ നിന്റെ ഏരിയയിൽ നിന്ന് നീ എടുക്കാവൂ, നിന്റെ മുമ്പിലുള്ളതിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊക്കെ മാന നമുക്ക് മനസ്സിലാവുമല്ലോ. ഒന്നാകെ പാറിപ്പറന്ന് പിന്നെ ഭക്ഷണം കഴിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇത് സന്ദർഭത്തിനനുസരിച്ച് വളരെ സ്നേഹമസരണമായ അന്തരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അവരോടൊപ്പം നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കണം, അവരോട് സംസാരിക്കണം. ഓരോ രംഗത്തും അവർ ചെയ്യുന്ന പിഴച്ച ചുവടുവെപ്പുകൾ കാണണം. കണ്ടാൽ അത് നമ്മൾ പറയില്ല എന്ന് വെക്കുക. കണ്ടാൽ പിതാക്കന്മാർ കണ്ടാൽ എന്താ ചെയ്യണം അറിയും? പിതാക്കന്മാർ കാണും, അവരൊന്നും പറയാതെ പോകും. എന്നിട്ട് ഭാര്യമാരെ ഏൽപ്പിക്കും, ഈ ഒന്ന് പറഞ്ഞു കൊടുത്താളാ, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ഞാനിപ്പോൾ അത് പറയുന്നില്ല. അതല്ലല്ലോ ബാധ്യത. പലപ്പോഴും പിതാക്കന്മാർ പറഞ്ഞാൽ സ്നേഹമസരണമായിട്ടാണ് പറയുന്നതെങ്കിൽ കൂടി എന്തുമാത്രം ഇഫക്റ്റ് അതിനുണ്ടാകും. പക്ഷെ നമ്മൾ ആ ജോലി ഭാര്യയെ ഏൽപ്പിക്കുന്നു. ഭാര്യ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉപദേശിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെ ആയിരിക്കും ചിലപ്പോൾ പറയാം. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്. സ്നേഹമസരണമായി പെരുമാറണം, നന്നായി പ്രശംസിച്ചിട്ട് തിരുത്തുന്ന നോക്കൂ നിങ്ങൾ. സാലിം ഇബ്ൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ റിപ്പോർട്ട് ചെയ്യുന്നു, പിതാവിൽ നിന്ന് എന്താ പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, നിഅമ റജുൽ അബ്ദുല്ലാഹി ബിൻ ഉമർ, എത്ര നല്ല മനുഷ്യനാണ്. ഒന്ന് പുകഴ്ത്തി. എന്നിട്ട് ലൗകാന യുസല്ലി മിനൽ ലൈൽ, ഈ രാത്രി നമസ്കാരവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ശൈലിയാണ്. നീ നല്ല കുട്ടിയാണ്, നീ ജമാഅത്തിനും കൂടി പോയിരുന്നെങ്കിൽ എന്നൊരു ഉപ്പ ഒരു കുട്ടിയോട് പറയുക. നീ മിടുക്കനാണ്, നല്ലവനാണ്, നല്ല സ്വഭാവം, നല്ല ദീനൊക്കെ നിനക്കുണ്ട്, പക്ഷെ നീ ഖുർആൻ ഓതുന്നില്ല, അതുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു നോക്കുക. ഇങ്ങനെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ സ്നേഹമസരണമായി എൻ്റെ ഭാവിക്ക് വേണ്ടി, ഞാൻ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് എന്നൊരവസ്ഥയുണ്ടാകും. കുട്ടികൾ ഒരിക്കലും ശുദ്ധരാണ്. കുല്ലു മൗലൂദിൻ യൂലദ് അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവം. ആരാധനകളിൽ പങ്കാളികളാക്കണം, പള്ളികളിൽ അവരുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി സുജൂദ് ചെയ്തതിനാണെന്ന് അറിയാം. ഒരു ദിവസം നമുക്ക് സഹാബത്ത് ഇങ്ങനെ ചോദിച്ചു, എന്താ നബി ഇത്ര നീണ്ട സുജൂദ്? ഞാൻ പറഞ്ഞു, എൻ്റെ തോളിൽ എൻ്റെ പേരക്കുട്ടി കയറിയിരിക്കുന്നു. പേരക്കുട്ടികൾ കളിച്ചതാണ്. അവരിറങ്ങുന്നത് വരെ ഞാൻ ആ സുജൂദിൽ കിടന്നു കൊടുത്തു. ഉമ്മ നമസ്കരിക്കുന്ന നമസ്കാരപ്പായൻ്റെ അപ്പുറത്ത് കൂടെ പോയാൽ ചിലപ്പം അത് കഴിഞ്ഞതിൻ്റെ 2 ചാട്ടം കേൾക്കണം. പ്രവാചകന്റെ തോളിൽ കയറിയിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ശീലമാണ് ഉണ്ടാക്കേണ്ടത്. അതിഥികളെ സ്വീകരിക്കുമ്പോൾ അവർ കൂടി ഉണ്ടാവണം. അതുപോലെ തന്നെ കുട്ടികളതൊക്കെ കണ്ടും കേട്ടും ദാനധർമ്മങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, എന്നിട്ടൊന്ന് ശീലിപ്പിക്കണം. നോമ്പ് നോൽക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം, നമ്മളുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറയുന്ന സംഭവങ്ങൾ, ഞങ്ങൾ അവർക്ക് ഞങ്ങൾ ചില കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക്, ഞങ്ങളോടൊപ്പം അവരെ നോമ്പെടുപ്പിക്കും. ഭക്ഷണം ചോദിച്ചവർ കരയുമ്പോൾ ഞങ്ങൾ ഇതെടുത്തു കൊടുത്തിട്ട് അവരെ കളിയിൽ വ്യാപൃതരാക്കിയിട്ട് വൈകുന്നേരമാക്കും. ഇഫ്താർ വരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും.
ഈ പാരന്റിങ് എന്നത് നല്ല ക്ഷമയാവശ്യമുള്ള സമയം മെനക്കെട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം ദീർഘിച്ച് നമ്മൾ കേട്ടു. പ്രവാചകൻ നമസ്കാരം ഷോർട്ടാക്കി നമസ്കരിച്ചപ്പോഴാണ്. നമസ്കാരത്തിന്റെ ദൈർഘ്യം വളരെ കുറച്ച് പ്രവാചകൻ സ്പീഡിൽ നമസ്കരിച്ചെഴുതിയപ്പോഴാണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോ, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പ്രവാചകൻ നമസ്കാരം ഷോർട്ടാക്കും. എന്നിട്ട് പെട്ടെന്ന് സലാം വീട്ടിയിട്ട് പിന്നെ കുട്ടികളുടെ കരച്ചിൽ മാറ്റാനുള്ള അവസരം കൊടുക്കും. എന്നിട്ട് ആ പ്രവാചകൻ എന്നെങ്കിലും ഒരു ദിവസം പറഞ്ഞു, ഈ കരയുന്ന കുട്ടികൾ പള്ളിയിലേക്ക് വരരുത്, കൊണ്ടുവരരുത് മാതാക്കളെ എന്ന്? ഇല്ല. ഒറ്റ പ്രാവശ്യം പോലും പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ പള്ളിയിൽ ഉണ്ടാവണം, അവരുടെ മാതാക്കൾ പള്ളിയിൽ ഉണ്ടാവണം എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ നമ്മളോടൊപ്പം പള്ളിയിൽ വന്ന് ശീലിച്ചാൽ മാത്രമേ അവർ വലിയവരാകുമ്പോൾ പള്ളിയിലുണ്ടാവൂ. പള്ളികളിൽ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ അത് ചെറിയ ചെറിയ ഗാർഡനുകളും ഉണ്ടാക്കുന്നു പല സ്ഥലങ്ങളിലും ആവശ്യമായി. അതുപോലെയാണ് പിതാവിന്റെ പ്രയാസങ്ങൾ കണ്ടു വളരണം കുട്ടികൾ, അതവരെ ബോധ്യപ്പെടുത്തുകയും വേണം. രോഗസന്ദർശനത്തിൽ നമ്മൾ പോകുമ്പോൾ, നമ്മൾ ജനാസകളിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികളെ കൂടി ഉണ്ടാവണം. നല്ല മജ്‌ലിസുകളിൽ, എമ്പാടും നല്ല മജ്‌ലിസുകളുണ്ട് കുട്ടികൾക്ക് ഇൽമു പഠിക്കാൻ പറ്റിയ, അവരെ പങ്കാളിത്തം ഉണ്ടാക്കണം. അതുപോലെ തന്നെയാണ് ആദർശ സംഘങ്ങളിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. നല്ല തൗഹീദുള്ള ആദർശ കൂട്ടായ്മകളുണ്ട് നാട്ടിൽ. ആ കൂട്ടായ്മകൾ എമ്പാടും പരിപാടികളുണ്ട്. നമ്മുടെ കുട്ടികൾ ഉണ്ടാവില്ല, ഒരു ട്യൂഷൻ അല്ലെങ്കിൽ പിന്നെ ഹോംവർക്ക്, അങ്ങനെ കുറെ ഓമന പേരിട്ട് നമ്മൾ പറഞ്ഞേക്കൂല. പ്രയാസങ്ങൾ തരണം ചെയ്യാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ക്രൈസിസ് മാനേജ്മെന്റ് സ്കില്ല് ചെറുപ്പത്തിലെ ഉണ്ടാക്കണം. അനുവദനീയമായ കാര്യങ്ങളിൽ കുട്ടികൾക്ക് മുഴുകാം, സമ്മതിക്കുന്നു. പക്ഷെ അനുവദനീയ കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ മുഴുകുന്നത് എന്താ പറയാ, വല്ലാതെ എൻഗേജ്ഡ് ആയി പോകുന്നുവോ എന്ന് പരിശോധിക്കുക. കളി ഹലാലാണ്, പക്ഷെ കളി തന്നെ ആയിപ്പോയാലോ? കളികൾക്കും വിനോദങ്ങൾക്കും വേണ്ടി നമ്മുടെ പുതിയ തലമുറ സമയം ചെലവഴിക്കുന്നത് എത്രയോ അധികമല്ലേ? നേരത്തെ പറഞ്ഞെടുത്ത് കുട്ടികളില്ലാത്തത് എന്തുകൊണ്ടാ? ഓൻ കളിക്കാൻ പോയിന്. ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ക്ലാസ്സിൽ കുട്ടി എത്താത്തത് എന്തുകൊണ്ടാ? അന്നാണ് ഓന് പാടത്ത് പോയി കളിക്കേണ്ടത്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോകേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഗതികൾ, അനുവദനീയ കാര്യങ്ങളിൽ വല്ലാതെ മുഴുകേണ്ടതുണ്ടോ? കുട്ടികൾക്ക് സുഹൃത്തുക്കൾ അത്യാവശ്യമാണ്. ജയിലറകളിൽ ചെന്ന് കൗമാരപ്രായത്തിലും അതുപോലെ തന്നെ യുവത്വത്തിന്റെ ആദ്യത്തിലുമുള്ള ആളുകളോടൊന്ന് പോയി പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ ഒന്ന് സംസാരിച്ചു നോക്കൂ. ആരാണ് അവരെ ജയിലറകളിലേക്ക് അയച്ചത്? അവരുടെ കൂട്ടുകാരാണ്. ഒരു തർക്കവും വേണ്ട, അവരുടെ കൂട്ടുകാരാണ്. അൽ മർഅ് അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ മൻ യുഖാലിൽ എന്ന് കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണോ ഖലീൽ, ആത്മമിത്രം, ക്ലോസ് ഫ്രണ്ട്. സൂർ വലയത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷെ അവരൊന്നും ഖലീലല്ല, ആത്മമിത്രം. ഈ ആത്മമിത്രം അയാളുടെ മതം ഏതാണോ, അയാളുടെ ആശയം ഏതാണോ, അയാളുടെ ആദർശം ഏതാണോ, അങ്ങോട്ട് തന്നെ നിങ്ങൾ പോകും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ തയ്യാറാവണം. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന റഅയ്തു ഹാദൈനി ഫലം അസ്ബിർ സുമ്മ അഖദ ഫിൽ ഫത്വ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വീണും ഉരുണ്ടുമൊക്കെ ഹസനും ഹുസൈനും ഒക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ മിമ്പറിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവരെടുത്തു കൊണ്ടുവന്ന അവിടെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. അങ്ങനെ പേടിച്ചു നിൽക്കാനല്ല. ഈ രണ്ടാളുകൾ ഇങ്ങനെ ഉരുണ്ടും ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടു. മിമ്പറിൽ നിന്ന് നോക്കുമ്പോൾ വീണ്ടുണ്ട്, എണീക്കുന്നുണ്ട്, അങ്ങനെ വരുന്നത്. പ്രവാചകൻ ആ ഖുത്ബ നിർത്തിയിട്ട് പോയിട്ട് അവരെ പരിചരിക്കുന്നു. സ്നേഹം എന്നത് പ്രവാചകൻ ഇവർക്ക് ഉമ്മ കൊടുക്കുന്നത്, ചുംബിക്കുന്നത് കണ്ടിട്ട് ഒരു ആറാബി പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തില്ല. നിന്റെ മനസ്സിൽ നിന്ന് കാരുണ്യം അള്ളാഹു എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പ്രവാചകൻ തിരിച്ചു ചോദിച്ചു. കാരുണ്യവും സ്നേഹവും പിശുക്കില്ലാതെ നൽകാനാവാത്തത് മാതാപിതാക്കളുടെ ഒരു വലിയ കുറ്റമായി നിലനിൽക്കാൻ. മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാതിരിക്കുക, മക്കളെ ശപിക്കാതിരിക്കുക, നാശം പിടിച്ചവൻ അങ്ങനെയൊന്നും പറയാതിരിക്കുക. ഒരുപാട് പദങ്ങളുണ്ട് മിമ്പറിൽ പറയാൻ പാടില്ലാത്ത പദങ്ങൾ. ലാ തദുറു അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുതേ.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം. വലാ തദ്ഉ അലാ ഔലാദിക്കും, മക്കൾക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഇവൻ ഗുണം പിടിക്കാൻ പാടില്ല എന്ന് പറയണ്ട, നീ നശിക്കട്ടട എന്ന് പറയണ്ട, നന്നാവൂല പറയണ്ട. വലാ തദ്ഉ അലാ ഖദബിക്കും വലാ തദ്ഉ അലാ അംവാലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം ചെയ്തേക്കാം. അങ്ങനെ ഉത്തരം ചെയ്താൽ നശിക്കുന്നത് ആരാ? നിങ്ങൾ ഈ കരളിന്റെ കഷ്ണമില്ലേ, അതെന്താ ഓർമ്മയില്ലാത്തത്? ചെയ്യരുത് അങ്ങനെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. താരതമ്യം ചെയ്യുക എന്നതാണ് വല്ലാത്തൊരു പ്രശ്നമായി നിലനിൽക്കുന്നത്. മോശം പേരുകൾ വിളിക്കുക, വലാ തനാബസു ബിൽ അൽഖാബ്, എന്തൊക്കെ ചില ഉമ്മമാരുടെ ചില പിതാക്കന്മാരുടെ വായിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ചെറുപ്പത്തിൽ ഈ സ്നേഹം ലഭിക്കാതെ പോയാൽ വലുപ്പത്തിൽ അവർ സ്നേഹം തിരിച്ചു തരൂല, സ്നേഹമില്ലാത്തവരായി പോകും. ഹിറ്റ്ലറുടെ കഥ വായിക്കുക ഓരോ പിതാവും. എങ്ങനെയാണ് ആ മനുഷ്യൻ അങ്ങനെയായത് എന്ന് അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഭീഷണിപ്പെടുത്തുന്നതും പേടിപ്പിക്കുന്നതും നിർത്തുക. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഒരു കാരണവുമില്ലാതെ നിരന്തരം നിഷേധിക്കാനും പോകണ്ട. കുട്ടികളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കരുത്. അവരോട് വിശ്വാസവഞ്ചന മാതാപിതാക്കൾ കാണിക്കരുത്. അങ്ങനെ സെന്റൻസ് പറഞ്ഞാൽ മതിയല്ലോ. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് നമ്മുടെ വീടുകൾക്കകത്താണ് എന്ന് ഓർമ്മ വേണം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു വലിയ ഉത്തരവാദിത്വം അമാനത്തായി ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാതാപിതാക്കൾക്ക് മാറാൻ കഴിയണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത്, ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച് സ്വർഗത്തിലെത്താൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മാ നഹല വാലിദൻ വലദൻ അഹ്സൻ മിൻ അദബിൻ ഹസൻ. ഒരു സമ്മാനവും ഒരു മാതാവിന്, ഒരു പിതാവിന്, ഒരു രക്ഷിതാവിന്, ഒരു പിതാവിന് ഒരു കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാനില്ല. ആ കുട്ടിക്ക് ലഭിക്കുന്ന അദബുൻ ഹസൻ അല്ലാതെ മര്യാദ പഠിപ്പിക്കലാണത്. നല്ല മനുഷ്യനാവാനുള്ള ട്രെയിനിങ് നൽകലാണത് അദബുൻ ഹസൻ. ഈ അദബുൻ ഹസൻ നൽകാൻ പലരും പ്രാപ്തരല്ല. ഞാനും നിങ്ങളും പലരും പ്രാപ്തരല്ല. ഇപ്പോൾ അമേരിക്കൻ കൺട്രീസിലൊക്കെ ഇഫക്റ്റീവ് പാരന്റിങ് എന്ന കോഴ്സിന് പോകുന്നുണ്ട് അത്രേ അച്ഛനും അമ്മയും. ഇഫക്റ്റീവ് പാരന്റിങ് എന്ന കോഴ്സ് പഠിക്കാൻ, എന്നിട്ട് കുട്ടികളോട് നന്നായി പെരുമാറാൻ. അത് ശാസ്ത്രമായി പഠിക്കുകയാണ്. നമ്മളെ വിചാരം എന്താ, എന്തിനാ പോയി പഠിക്കുന്നത് നമുക്കറിയില്ലേ, നമ്മൾ തോന്നിയ പോലെ എങ്ങനെയാണ് പോവുക. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ ആരാണ്? നമ്മുടെ കുട്ടികൾ മതനിരാസം, മതനിന്ദ, ലിബറലിസം, നാസ്തികത, ഫെമിനിസം, കടുത്ത വർഗീയത, ആളിക്കത്തിക്കപ്പെടുന്ന ഇസ്ലാമോഫോബിയ, ഇതിൻ്റെ ഒക്കെ നടുവിൽ ഇങ്ങനെ വല്ലാതെ ശ്വാസം മുട്ടുന്ന ഒരു പുതിയ തലമുറ. നമ്മളൊന്നും ജീവിച്ച കാലമല്ല. ഈ പറഞ്ഞതൊന്നും നമ്മൾ നേരിട്ടിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ തലമുറ ക്ലാസ് റൂമുകൾക്കകത്ത് LP സ്കൂൾ മുതൽക്ക് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ശ്വാസം മുട്ടി ജീവിക്കുക. അവരെ എങ്ങനെയെങ്കിലും മുസ്ലിം ആക്കിയിട്ട് അടങ്ങൂ എന്ന് ശാഠ്യം വിളിക്കുന്ന ഒരു വലിയ നീരാളി കൈകൾ ഇങ്ങനെ നീണ്ടു വരികയാണ്. ഓരോ സ്റ്റെപ്പിലും ഇവരെ രക്ഷപ്പെടുത്താൻ വലിയ ത്യാഗം ആവശ്യമുണ്ട്. രക്ഷിതാക്കൾക്ക് ഈ പകരം കുരുന്നു മനസ്സുകളിൽ എന്തൊക്കെ നടക്കണം എന്നറിയോ? ആ വിശ്വാസദാർഢ്യത നടക്കണം, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കണം, സേവന തൽപരതയുണ്ടാക്കണം, രാജ്യസ്നേഹമുണ്ടാക്കണം, ഒരു നല്ല മനുഷ്യനാവാൻ ആവശ്യമായ സകലതും പഠിപ്പിക്കണം. ആരെയാണ് നമ്മളെ ജോലി ഏൽപ്പിച്ചത്? നമ്മൾ അതിനുണ്ടാക്കി വെച്ച സംവിധാനത്തിന്റെ പേരാണ് മദ്രസ സംവിധാനം എന്നത്. ഇതൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ. രക്ഷിതാക്കൾ അലംഭാവം കാണിക്കുമ്പോഴും, രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ ബിഗ് സീറോ ആയി നിലനിൽക്കുമ്പോഴും മക്കൾ നന്നായി വളരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? കേരളത്തിൽ നമ്മളുണ്ടാക്കി വെച്ച ഈ ഒരു സിസ്റ്റമുണ്ട്, മദ്രസ സംവിധാനം. ചാലിലകത്തിന്റെ ഒരു സമ്മാനം മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ള, അദ്ദേഹത്തിന്റെ പിന്മുറക്കാരുള്ള ഒരു നാട്ടിൽ
വളരെ കാലം മുമ്പ് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ പൂർവികരായ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ബൈ പ്രൊഡക്റ്റുകൾ തന്നെയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മഹാപ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് ഒരു കാലത്ത് എതിർത്തിരുന്നവരൊക്കെ അതിന്റെ മുമ്പിൽ നമ്മളെ മറികടന്ന് മുമ്പോട്ട് പോയി. അതുകൊണ്ട് ഈ ഒരു സൗകര്യം, അന്നത്തെ സൗകര്യത്തിനാണ് അന്നത്തെ ആളുകൾ ഈ പള്ളിയും ആ മദ്രസയും ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ വന്ന ആൾക്കാരതിൽ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കെട്ടിടങ്ങളൊക്കെ വന്നതിന് ശേഷം വളരെ വിനീതമായി ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ വീടുകൾ എത്ര തവണ എന്താ പറയാ ഇന്നോവേഷൻ നടത്തിയിട്ടുണ്ടാവും? എന്താ പറയാ, അത് നന്നാക്കി പുതുക്കി പണിത് അതൊന്ന് നല്ല രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആക്കാൻ എന്താ കാരണം? ഒരു മോടി കൂട്ടാൻ, കാലത്തിനനുസരിച്ച് അതിൻ്റെ ഫാഷനൊക്കെ മാറ്റിയിട്ട് സംഗതിയാക്കാൻ, ഒരു ലുക്കിന് വേണ്ടി പല വീടുകളും പൊളിച്ച് നമ്മൾ വേറെ വീടുകൾ ഉണ്ടാക്കിയത് അത് നമ്മളുടെ പിന്നെ എന്താ പറയുക നിലവാരത്തിനൊപ്പിച്ച് മാറ്റിയതല്ലേ. പക്ഷെ മാറാതെ കിടക്കുന്ന സംഗതികളൊക്കെയും പള്ളിയും മദ്രസയുമായി മാറിപ്പോവുകയാണ്. പക്ഷേ 1 മുതൽ 10 വരെ ക്ലാസ് ഗംഭീരമായി ഭംഗിയായി നടന്നു പോകുന്ന സ്ഥലത്ത് അന്നുണ്ടായതിന്റെ 10ഉം 20ഉം 30ഉം ഇരട്ടി സ്ട്രെങ്തിനെ ഉൾക്കൊള്ളേണ്ടി വരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന മഹല്ലിലെ വീടുകൾ 20ഉം 30ഉം ഇരട്ടിയായി വർദ്ധിച്ചത് നമ്മൾ കാണാതെ പോയിക്കൂടാ. സൗകര്യങ്ങൾ കൊണ്ട് ഊർപ്പുമുട്ടേണ്ട അവസ്ഥയൊന്നും നമ്മുടെ ഈ മഹല്ലത്ത് വിചാരിച്ചാൽ ഒരു മദ്രസയോ പള്ളിക്കോ അവിടെ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവില്ല. അത് ശരിയാണ്. പക്ഷേ നമ്മുടെ മദ്രസ അടിയന്തരമായി പുതുക്കി പണിയുകയും സൗകര്യങ്ങൾ കൂട്ടുകയും ചെയ്യേണ്ടതുണ്ട്. അതിനൊരു പദ്ധതിയുമായി നമ്മുടെ കമ്മിറ്റി മുമ്പോട്ട് നിങ്ങളെ സമീപിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈ മഹല്ലത്തിലെ ഓരോ വീട്ടുകാരും ഓരോ വരുമാനമുള്ള ആളുകളും വിചാരിച്ചാൽ, ഞാൻ ഒന്നും പറയുന്നില്ല, ഇവർ ഉദ്ദേശിക്കുന്ന തുക എത്രയാണോ അത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇവർ പറയും. എന്റെ വിഹിതം ഇത്ര നൽകണമെന്നത്. ദീൻ ഇവിടെ നിലനിൽക്കണം. ഞാൻ ആവർത്തിക്കുന്നു, പുതിയ തലമുറ അങ്ങനെ വരിഞ്ഞു മുറുക്കി വട്ടമിട്ട് ആക്രമിക്കുന്ന ഒരുപാട് മത നശീകരണ ശക്തികളുണ്ട്. അതിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ പുതിയ തലമുറക്ക്, ഇനി വരുന്ന തലമുറക്ക് ദീൻ ചെറുപ്പത്തിലെ മനസ്സിലിങ്ങനെ ഊട്ടി ഉറപ്പിച്ച് നിലനിർത്തണമെങ്കിൽ അത് നന്നാവണം. അതിന് അവിടുത്തെ ബോധന രീതികൾ മാറണം. അവ കുട്ടികൾക്ക് വരാൻ ആകർഷകമായ രൂപത്തിലുള്ള ഒരു ഭംഗിയും ആകർഷകത്വവും ഒക്കെ കെട്ടിടത്തിനും വേണം. ക്ലാസ് റൂമുകൾക്ക് ഉണ്ടാവണം, സൗകര്യങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ കുട്ടികൾ വരില്ല. നമ്മൾ പറഞ്ഞയക്കൂല. കുട്ടികളെയല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, നമ്മൾ പറഞ്ഞയക്കൂല. എന്താപ്പ അവിടെ എന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ന്യായം പറയും. പ്രിയമുള്ളവരെ, ഈ ഒരു മഹൽ സംരംഭത്തോടൊപ്പം നിൽക്കണം. അങ്ങനെ നിൽക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ആ സംവിധാനത്തെ, മദ്രസ കെട്ടിടത്തെ പുതുക്കി പണിത് ആകർഷകമായ രൂപത്തിൽ മാറ്റി തീർക്കുവാനുള്ള ഈ സദുദ്യമത്തിൽ സജീവമായി പങ്കെടുക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖും തോന്നിച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഈ പരപ്പനങ്ങാടി ഇപ്പോ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക പരിപാടികൾ കൊണ്ട് ഇങ്ങനെ ബഹളമാണ്. അപ്പൊ അതിനിടയിൽ ആളുകൾക്കിടയിൽ അങ്കലാപ്പും സ്വാഭാവികമാണ്. എന്താണ് ഇപ്പത്? ഒരു കൂട്ടരങ്ങനെ പറയും. എന്താണ് ഇതിൽ കൃത്യമായി പറയേണ്ടതുള്ളത്? അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നേരത്തെ പറഞ്ഞ പോലെ നമുക്കുണ്ട്. ബഹളങ്ങളിൽ നിന്ന് മാറി നിന്ന് കൃത്യമായി ഇന്ന സംഗതികൾ ഇന്നതാണ് ഇതിലെ രീതി, ഇങ്ങനെയായിരുന്നു നമ്മൾ വന്നിരുന്നത്, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ പോകുന്നത്, ഇങ്ങനെ തന്നെയാണ് പോവേണ്ടത്, ഇങ്ങനെ തന്നെ പോകും എന്ന് കൃത്യമായ ചില സംസാരങ്ങൾ നാളെ വൈകുന്നേരം ഈ പരപ്പനങ്ങാടിയിൽ നടക്കുന്നുണ്ട്. ക്യാമ്പയിനിൻ്റെ സമാപന സമ്മേളനം. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് അറിയുക. അതിലെല്ലാവരും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. മറ്റന്നാൾ വയനാട്ടിൽ വെച്ച് ISMൻ്റെ വെളിച്ചത്തിൻ്റെ സമ്മേളനം നടക്കുന്നതിന് ഇവിടുന്ന് ബസ് പോകുന്നുണ്ട്. യാത്രാ സൗകര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ 13 തിരൂരിൽ വെച്ച് MSMൻ്റെ പ്രോഫ് ഫോറം നടക്കുന്നുണ്ട്. ഈ പരിപാടികളൊക്കെ മനസ്സിൽ വെക്കുക. അതിന് പങ്കെടുക്കേണ്ട ആളുകളൊക്കെ പങ്കെടുക്കുക. നാളത്തെ പരിപാടിയിൽ കഴിയുന്നത്ര ആളുകൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.
അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ച് മരിച്ച് ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നേരത്തെ മരിച്ചുപോയവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ മാനസികമായി തീറ്റുന്ന ആളുകൾക്ക് അള്ളാഹു സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലൂടെ, സന്താനങ്ങളിലൂടെ, സന്താന പരമ്പരകളിലൂടെ അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം, രക്ഷാകർതൃത്വം എന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് അറിവും പ്രാപ്തിയും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين